പൊന്നിയിൻ സെൽവൻ എന്ന രാജരാജ ചോളൻ നിർമ്മിച്ച പെരിയ കോവിലിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചോള രാജവംശത്തിൻ്റെ സമ്പത്തും ശക്തിയും വിളിച്ചോതുന്ന തഞ്ചാവൂർ പെരിയ കോവിൽ ചോള സാമ്രാജ്യത്തിൻ്റെയും ദക്ഷിണേന്ത്യയിലെ തമിഴ് നാഗരികതയുടെയും ദ്രാവിഡ വാസ്തുവിദ്യയുടെയും മികവുറ്റ സാക്ഷ്യമാണ് 1000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ മറാത്ത എൻട്രൻസും 2 ഗോപുരവാതിലുകളും കടക്കണം. ഒരു കാലത്ത് ഈ മുൻപിലെ മതിലിൻ്റെ സ്ഥാനത്ത് ജലാശയമായിരുന്നു. അത് നികത്തി മതിൽ പണിതു. പ്രധാന ഗോപുര കവാടങ്ങൾ കിഴക്ക് ഭാഗത്താണ്. ആദ്യത്തേതിനെ കേരളാന്തകൻ തിരുവാസൽ എന്ന് വിളിക്കുന്നു. ഒറ്റക്കല്ലിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഗോപുരവാതിൽ. 5 നിലയുള്ള അതുല്യ ശില്പങ്ങൾ നിറഞ്ഞ ഈ ഗോപുരം കേരള നാട്ടുരാജാവായിരുന്ന ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണികഴിപ്പിച്ചതാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഗോപുരം ഏകദേശം 100 മീറ്റർ മുന്നിലാണ്. രാജരാജൻ തിരുവാസൽ എന്ന് അറിയപ്പെടുന്ന ഈ ഗോപുരം പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള രംഗങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ നിലകളിൽ ഓരോ മുറികളും അതിനുള്ളിൽ വിഗ്രഹങ്ങളുമുണ്ട്. ഈ 2 ഗോപുരങ്ങളും കടന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഗോപുര കവാടത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചുറ്റുമതിലിന് ഉള്ളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ശിലാനിർമ്മിതമായ വേദിക്കപ്പുറം നന്ദി വിഗ്രഹം കാണാൻ കഴിയും. ഏകദേശം 25 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിലാണ് നന്ദി പ്രതിമ ഉള്ളത്. 19 അടി നീളവും 12 അടി ഉയരവും 8.5 അടി വീതിയുമുണ്ടിതിന്. ഈ മണ്ഡപം ചുമർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മണ്ഡപം. നന്ദി ശില്പത്തിന് മുന്നിലാണ് പെരിയ കോവിൽ. പരമശിവനാണ് പ്രതിഷ്ഠ. 12 അടി ഉയരമുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 16 നിലകളുമാണ് ഉള്ളത്. പൊന്നിയിൻ സെൽവൻ്റെ ഭരണത്തിൻ്റെ 25-ാം വാർഷികത്തിനാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അതായത് AD 1003-നും 1010-നും ഇടയിലാണ് പെരിയ കോവിൽ നിർമ്മിക്കപ്പെട്ടത്. രാജരാജ ചോളൻ്റെ നിർമ്മിതി എന്ന നിലയിൽ രാജരാജേശ്വര കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ആചാര്യനായി കണക്കാക്കപ്പെടുന്ന വാസ്തുശില്പിയായ കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 216 അടി ഉയരമുള്ളതും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതുമായ വിമാനത്താൽ പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലുകൊണ്ട് മൂടിയിരിക്കുന്ന ഈ വിമാനം ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴൽ ഉച്ചസമയത്ത് നിലത്ത് വീഴില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്ര നിർമ്മാണത്തിന് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുറ്റുമുള്ള പ്രദേശത്തൊന്നും പാറകളോ ഗ്രാനൈറ്റോ ലഭ്യമായിരുന്നില്ല. കോവിലിന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണത്രേ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ഗ്രാനൈറ്റ് കൊണ്ടുവന്നത്. വിമാനത്തിന് നടുഭാഗത്തായി ഉള്ളിലായിട്ടാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പ്രതിഷ്ഠയുടെ ഭാഗത്തിനെ കറുവ അഥവാ ഗർഭഗ്രഹം എന്ന് വിളിക്കുന്നു. പൂജാരിമാർക്കും തന്ത്രിമാർക്കും മാത്രമാണ് ഇതിനുള്ളിലേക്ക് പ്രവേശനം. 40 തൂണുകൾ ഉള്ള മണ്ഡപവും പെരിയ കോവിലിനുള്ളിലായി കാണാം. വിമാനം നിർമ്മിക്കുന്നതിനായി ഇൻ്റർലോക്കിംഗ് കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സിമൻറ്റോ മറ്റ് യോജിപ്പിക്കാനുള്ള വസ്തുക്കളോ ഉപയോഗിക്കാതെയാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. 16 നിലകളും ഈ രൂപത്തിൽ നിർമ്മിച്ചു എന്നതാണ് ചരിത്രം. ഗോപുരത്തിന് ചുറ്റും മണ്ണിട്ട് ചെരിവുള്ള പ്രതലമുണ്ടാക്കി ആ ചെരിവിലൂടെ 80 ടൺ മകുടവും മറ്റും ആനകളുടെ സഹായത്തോടെ മുകളിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. 13 ലക്ഷം ടൺ ഗ്രാനൈറ്റ് കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രം എന്ന ബഹുമതി ഈ ക്ഷേത്രത്തിനാണുള്ളത്. അന്നത്തെ കാലത്ത് ഗ്രാനൈറ്റിൽ രൂപം കൊത്തിയെടുക്കുക എന്നത് ദുഷ്കരമായിരുന്നു. ക്ഷേത്ര ചുമരുകളിലെ കൊത്തുപണികളും ചോള രാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളും രാജപരമ്പരയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊന്നിയിൻ സെൽവൻ തൻ്റെ നേട്ടങ്ങൾ ഓരോ ലിഖിതങ്ങളിലായിട്ട് രേഖപ്പെടുത്തുകയും അങ്ങനെ ജീവിതത്തിലെ ചില സുപ്രധാന സംഭവങ്ങൾ പിൻതലമുറയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഒരു രാജാവ് ഈ മാർഗം സ്വീകരിച്ചിരിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിൽ ഉൾപ്പെട്ടവരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും കലാകാരന്മാരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും മറ്റു ഉപക്ഷേത്രങ്ങളുമുണ്ട്. എന്നാൽ ഇവയിൽ പലതും പിന്നീടുള്ള നിർമ്മിതികളാണ്. 13-ാം നൂറ്റാണ്ടിലാണ് ശ്രീ പാർവതിക്കായി ഒരു ക്ഷേത്രം പെരിയ കോവിലിന് മുന്നിലായി നിർമ്മിച്ചത്. പിന്നീട് വിജയനഗര രാജാക്കന്മാർ സുബ്രഹ്മണ്യ ക്ഷേത്രവും മറാത്ത രാജാക്കന്മാർ വിനായക ക്ഷേത്രവും നിർമ്മിച്ചു. ക്ഷേത്രവളപ്പിന് ചുറ്റുമായി നൃത്തമണ്ഡപങ്ങളും ദീർഘമായ ഇടനാഴികളും ഉണ്ട്. അതിനോട് ചേർന്ന് ഗാലറിയും ഉണ്ട്. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 100ഓളം ഭൂഗർഭ വഴികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. രാജരാജ ചോളൻ്റെ കൊട്ടാരത്തിലേക്കും മറ്റു പ്രധാന സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള വഴികളുണ്ട്. എന്നാൽ അതിൽ മിക്കവയും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. തിരുവടയാർ കോവിൽ, പെരിയ കോവിൽ, രാജരാജേശ്വരൻ കോവിൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ കോവിലിന് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പേര് വന്നത് മറാത്ത രാജവംശത്തിൻ്റെ ഭരണകാലത്താണ്.
2010 1000 കൊല്ലം വാർഷികം ആഘോഷിച്ചിരിക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി റിസർവ് ബാങ്ക് 1000 രൂപയുടെ നോട്ടിൽ ഈ ക്ഷേത്രത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 5 രൂപ നാണയത്തിലും ഈ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായും ഈ സ്ഥലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ക്ഷേത്രം സഞ്ചാരികളുടെയും വിശ്വാസികളുടെയും പ്രിയപ്പെട്ട ഇടമാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.4 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. കോട്ടമതിലിന് പുറത്ത് പൊന്നിയിൻ സെൽവന്റെ ശിലാപ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. 1000 വർഷത്തിനിടയ്ക്ക് നിരവധി വിദേശ ആക്രമണങ്ങളുടെ ഭാഗമായി തുടർച്ചയായി ഈ ക്ഷേത്രം കൊള്ളയടിച്ചു. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ആർട്ട് ഗാലറി നശിപ്പിച്ചു. നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഈ ക്ഷേത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു വിസ്മയം പോലെ, ലോകാത്ഭുതം പോലെ അതിന്നും തലയുയർത്തി നിൽക്കുന്നു. അപ്പോൾ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ടാക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.